ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ പിടികൂടി. ഫോർട്ട് പോലീസാണ് പിടികൂടിയത്. ബാറിലെ സംഘർഷത്തിലാണ് നടപടി. കഴക്കൂട്ടത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈഞ്ചക്കൽ ബാറിലാണ് ഇത്തരത്തിലുള്ളൊരു സംഘർഷം, ഒരു ഏറ്റുമുട്ടൽ നടന്നത്. ഓം പ്രകാശിന്റെ ഒരു സംഘവും അതോടൊപ്പം തന്നെ എയർപോർട്ട് സാജൻ എന്ന ഗുണ്ടാ നേതാവ്, ഈ ഇരു സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം 10 പേരെ കൂടി, പിന്നീട് 8 പേരെ കൂടി കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓം പ്രകാശിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴക്കൂട്ടത്തു നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ല. ഇതേ തുടർന്നാണ് പോലീസിന്റെ നടപടി. ഞാൻ ഇപ്പോഴുള്ളത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും തമ്മിലടിയും ഒക്കെ തന്നെ വീണ്ടും ഒരു തുടർക്കഥയാവുകയാണ്. ഈഞ്ചക്കലിലെ ബാറിലാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായത്. എയർപോർട്ട് സാജന്റെ മകൻ സംഘടിപ്പിച്ച DJ പാർട്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ ഒരാളുമായി ഉണ്ടായ തർക്കമാണ് ഇരു സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാനുണ്ടായ കാരണം. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ളൊരു പ്രശ്നം സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരം ഇന്റലിജൻസ് വിഭാഗം പോലീസിന് ഈ വിവരം കൈമാറിയിരുന്നു. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ ഫോർട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത്തരത്തിൽ നേരത്തെ ഒരു മുൻകരുതൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഘർഷം ഒഴിവാക്കാമായിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് കൈമാറിയിട്ടും അതിൽ നടപടി എടുക്കാതിരുന്നതാണ് ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിൽ കലാശിച്ചത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിഷ്ണു. ശരി, രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.